ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശു തമ്പുരാൻ്റെ ആരോഹണത്തിനുള്ള കാലം തമ്പുരാൻ മുൻകൂട്ടി കാണുകയും അതിനനുസരിച്ച് യെരുശലേമിലേക്കുള്ള യാത്രയ്ക്ക് മുന്നോടിയായി ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയും ചെയ്യുന്ന സംഭവമാണ് ഇന്നത്തെ വിശുദ്ധ വേദഭാഗം. ശിഷ്യന്മാർ ശമര്യാദേശത്ത് യേശു തമ്പുരാനെ സ്വീകരിക്കുവാൻ വട്ടം കൂട്ടുവാൻ നോക്കുമ്പോൾ ശമര്യാക്കാർ അവനെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നില്ല. പഴയ നിയമത്തിൽ തുടങ്ങി യെരുശലേമും ശമര്യയുമായുള്ള വലിയ തർക്കങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ശമര്യാക്കാരൻ വെറുക്കപ്പെട്ടവനും പുറത്താക്കപ്പെട്ടവനുമാണ്. എന്നാൽ യേശു തമ്പുരാൻ തൻ്റെ ഉപമകളിലൊക്കെ ശമര്യാക്കാരെ ചേർത്ത് പിടിക്കുകയാണ്. യഹൂദന്മാരോട് തമ്പുരാൻ പറയുന്നുണ്ട്, ആരാണ് സ്നേഹിതൻ എന്നുള്ള ചോദ്യത്തിന് മുറിവേറ്റവനെ സഹായിച്ച നല്ല ശമര്യാക്കാരനാണ് യഥാർത്ഥ സ്നേഹിതനെന്ന് പറയുകയാണ്. വീണ്ടും കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുമ്പോൾ മടങ്ങി വന്നത് നന്ദിയുള്ള ശമര്യാക്കാരൻ മാത്രമാണ്. വീണ്ടും ശമര്യാക്കാരി സ്ത്രീയോട് തമ്പുരാൻ വെള്ളം ചോദിച്ചുകൊണ്ട് സ്ത്രീത്വത്തിനും അതുപോലെ തന്നെ തീണ്ടലിനും തൊടിയലിനും അപ്പുറമായ ഒരു വലിയ മാതൃക കൂടി ക്രിസ്തു തമ്പുരാൻ കാണിക്കുന്നുണ്ട്. യേശു തമ്പുരാൻ തൻ്റെ ജീവിതത്തിൽ മുഴുവൻ മാനുഷികമായ മൂല്യങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. മതത്തെക്കാളും വ്യക്തി വർഗീയമായ ചിന്തകളെക്കാളും ഒക്കെ ഉപരിയായി സ്നേഹമാണ് യേശു തമ്പുരാന്റെ ജീവിതത്തിന്റെ ആദ്യം തൊട്ട് അവസാനം വരെ. ഇപ്പോൾ ശിഷ്യന്മാര് പറയുന്നുണ്ട്, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറക്കി നമുക്ക് അവരെ നശിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. യേശു തമ്പുരാൻ പറയുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ഏത് ആത്മാവിലാണ് ഇത് പറയുന്നതെന്ന്. മനുഷ്യപുത്രൻ ഒരു മനുഷ്യനെ പോലും നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടല്ല വരുന്നതെന്ന് യേശു തമ്പുരാൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. ശിഷ്യത്വത്തിന്റെ ആദ്യത്തെ പാഠം ഇതാണ്. നിന്റെ ശത്രുവിന് പോലും സ്നേഹം വിളമ്പിക്കൊടുക്കുവാൻ സാധിക്കുമ്പോഴേ യഥാർത്ഥമായ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കത്തുള്ളൂ. പഴയ നിയമത്തിൽ കണ്ണിന് പകരം കണ്ണ് എന്നുള്ള ചിന്തയായിരുന്നുവെങ്കിൽ യേശു തമ്പുരാൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സഹോദരനോട് ഭോഷ എന്ന് പറഞ്ഞാൽ നീ അഗ്നി നരകത്തിന് പാത്രമായി തീരും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 38-ാം വാക്യവും അതുപോലെ തന്നെ 29-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ കണ്ണുകൊണ്ട് ഒരു തെറ്റായ നോട്ടം നടത്തുന്നത് പോലും അല്ലെങ്കിൽ നിന്റെ കാഴ്ചയിൽ പോലും ഒരു ശത്രുവിന് നീ ഒരു ദോഷം ചെയ്യരുതെന്നാണ്. വീണ്ടും കൈകൊണ്ട് നിനക്കൊരു ഇടർച്ച വരുത്തുന്നതിനേക്കാൾ മറ്റുള്ളവന്റെ കൈയല്ല നിന്റെ കൈ തന്നെ വെട്ടിക്കളയുന്നതാണ് നല്ലെന്ന് യേശു തമ്പുരാൻ പറയുന്നുണ്ട്. വീണ്ടും വിവാഹത്തെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിലും പഴയ നിയമത്തിലെ തെറ്റായ പഠിപ്പിക്കലുകളെയൊക്കെ യേശു തമ്പുരാൻ ചോദ്യം ചെയ്യുന്നുണ്ട്. പഴയ നിയമത്തിൽ ഒരു വേശ്യാസ്ത്രീയെ കാണുകയാണെങ്കിൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് നിയമം. പക്ഷെ യേശു തമ്പുരാൻ പറയുന്നു, അത് ശരിയല്ല, അവൾക്ക് മാനസാന്തരത്തിനുള്ള ഒരവസരം നൽകണമെന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും സ്വന്തം വിശപ്പിന് ഭക്ഷണം വർദ്ധിപ്പിക്കാത്ത ക്രിസ്തു തൻ്റെ കൂടെയുള്ളവരുടെ വിശപ്പിന് വേണ്ടി അപ്പം വർദ്ധിപ്പിക്കുകയാണ്. അപ്പം ഇവിടെ എല്ലാം നമ്മൾ കാണേണ്ടുന്നത് ഒരു വലിയ മാനുഷിക മൂല്യങ്ങളാണ്. അത് ക്രിസ്തു പ്രാധാന്യം കൊടുക്കുന്നതെന്നാണ്. വിശക്കുന്നവൻ അപ്പം കൊടുക്കുന്നതിലൂടെയും രോഗിക്ക് മുറിവേറ്റവന് സ്വാന്തനമാകുന്നതോടുകൂടിയും തന്നെ പരിഹസിക്കുന്നവനോടും സ്വർഗം വാഗ്ദാനം കൊടുക്കുന്നതോടുകൂടിയും ഒറ്റിക്കൊടുക്കുന്നവനെ പുണരുന്നതോടുകൂടിയും ഒക്കെ തമ്പുരാൻ സാധാരണപ്പെട്ടവന്റെ കൂടെയാണ് താനെന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. വീണ്ടും തന്നെ അനുഗമിക്കാൻ വരുന്നവരോട് യേശു തമ്പുരാൻ ആദ്യം തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ വലിയ മണിമാളികകളോ വലിയ പ്രതാപങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നും നോക്കി എന്നെ അനുഗമിക്കേണ്ട കാര്യമില്ല. മറിച്ച് എന്നെ അനുഗമിക്കുന്നവന് തല ചായ്ക്കാൻ ഒരു പക്ഷേ ഇടം കാണത്തില്ല. ഈ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 58-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതികൾക്ക് കൂടുമുണ്ട്, പക്ഷേ മനുഷ്യപുത്രനോ തല ചായ്ക്കുവാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഒന്നും പ്രതീക്ഷിച്ച് എന്നെ നീ അനുഗമിക്കേണ്ട. നിനക്ക് എന്നെ അനുഗമിക്കാം. നിനക്ക് സത്യത്തിന്റെ, നീതിയുടെ, വിശുദ്ധിയുടെ, സ്നേഹത്തിന്റെ, കരുണയുടെയൊക്കെ മാതൃകയിൽ കൂടി യാത്ര ചെയ്യണമെങ്കിൽ എന്നെ അനുഗമിക്കാമെന്നാണ് ക്രിസ്തു പറയുന്നത്. വീണ്ടും വേറൊരുത്തൻ പറയുന്നുണ്ട്, എൻ്റെ അപ്പനെ കുഴിച്ചിടുവാനുള്ള അനുവാദം തരണം. അവിടെ തമ്പുരാൻ പറയുന്നുണ്ട്, മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക. ഇത് വ്യക്തമായിട്ട് കാണിക്കുന്നത് ഒരു വലിയ ഒരു പ്രഖ്യാപനമാണ്. നമ്മുടെ ജീവിതത്തിൽ തെറ്റായ മാർഗത്തിൽ കൂടി നടക്കുന്ന നിമിഷങ്ങളിൽ ഒരു പക്ഷേ മരിച്ച അവസ്ഥയാണ്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ധൂർത്തപുത്രന്റെ ഉപമയിൽ പറയുന്നുണ്ട്, ഈ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. അപ്പം മരണമെന്ന് പറയുന്നത് ഭൂമിയിൽ തെറ്റായ പ്രവർത്തികൾ ചെയ്യുമ്പോൾ, തെറ്റായ ജീവിതശീലത്തിൽ കൂടി നടക്കുമ്പോൾ, തെറ്റായ വഴിയിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത് ഒരു മരണത്തിൻ്റെതായ അവസ്ഥയായിട്ടാണ് തിരുവചനം പറയുന്നത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന
ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നന്മയുടെ വശത്ത് നിൽക്കുക എന്നുള്ള ഒരു അർത്ഥം കൂടി തിരുവചനം നമുക്ക് നൽകുന്നുണ്ട്. അവസാനമായിട്ട് ഒരു കൂട്ടർ പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ എൻ്റെ വീട്ടുകാരോട് അനുവാദം വാങ്ങിക്കേണ്ടിയിരിക്കുന്നു. അവിടെ തമ്പുരാൻ പറയുന്നുണ്ട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നതല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില നിയോഗങ്ങളുണ്ട്. അത് ഒരുപക്ഷെ കാർഷിക വൃത്തിയിലേക്കുള്ള നിയോഗമാകാം, ഒരു അധ്യാപകനാകാനുള്ള നിയോഗമാകാം, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകാനുള്ള നിയോഗമാകാം, ഒരു ആതുര ശുശ്രൂഷ മേഖലയിലെ നിയോഗമാകാം, പൗരോഹിത്യത്തിലെ നിയോഗമാകാം. അങ്ങനെ പലതരത്തിലുള്ള നിയോഗങ്ങളുണ്ട്. നിന്റെ നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ് നീ അതിനെ പൂർണ്ണമായി വിജയത്തിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമേ നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാം അക്കരെ പച്ചയെന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഒരു കാര്യം ചെയ്യുന്നു, അതിൽ തൃപ്തിയില്ല, വേറൊരു കാര്യം ചെയ്യുന്നു, അതിൽ തൃപ്തിയില്ല. ആകെപ്പാടെ ചെയ്യുന്ന മേഖലകളിൽ നമുക്ക് ഒരു വിജയം കണ്ടെത്തുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നത്, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നീ വിശ്വസ്തയോടുകൂടെ ചെയ്യുക. നമ്മുടെ തൊഴിലൊക്കെ ആണെങ്കിലും നമ്മൾ അത് ശമ്പളം കിട്ടുന്ന ഒരു കാര്യമായിട്ടല്ല, മറിച്ച് അതൊരു ആസ്വാദ്യതയോടുകൂടി. നീ ഒരു പയറ് നടുകയാണെങ്കിൽ ആസ്വദിച്ച് ചെയ്യുക, നീ ഒരു പാട്ട് കേൾക്കുകയാണെങ്കിൽ ആസ്വദിച്ച് കേൾക്കുക, നീ ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആസ്വദിച്ച് ചെയ്യുക. അപ്പം ജീവിതത്തിൽ നമ്മൾ എല്ലാത്തിനെയും ഒരു വിശുദ്ധമായ കണ്ണോടുകൂടി കാണുമ്പോൾ മാത്രമേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകൂ എന്നുള്ളത് മറന്നു പോകരുത്. തമ്പുരാൻ തൻ്റെ കൂട്ടുകാരെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു വലിയൊരു കാര്യം ഇതാണ്. മറ്റുള്ളവർ നിങ്ങളെ പരിഹസിച്ചേക്കാം, ഒരുപക്ഷെ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നേക്കാം, നിങ്ങളെ ഒരുപക്ഷെ തള്ളിക്കളഞ്ഞേക്കാം. പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്നവരെയും നിങ്ങളെ വിദ്വേഷിക്കുന്നവരെയും ഒരുപോലെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ എൻ്റെ അനുയായികളാകത്തുള്ളൂ. പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ ആത്മീയത എന്നെ സ്നേഹിക്കുന്നവരെ മാത്രം ഞാൻ സ്നേഹിക്കണമെന്നുള്ളതാണ്, എന്നെ കരുതുന്നവരെ മാത്രം ഞാൻ കരുതണമെന്നാണ്. പക്ഷേ ക്രിസ്തു പഠിപ്പിക്കുന്നത് നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക എന്നാണ്. അതുകൊണ്ടാണ് ഒരു പിതാവ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നിന്നെ ഒരാൾ ഉപദ്രവിക്കുമ്പോൾ നിങ്ങളോട് അവർ പ്രാർത്ഥന ആവശ്യപ്പെടുക. അതാണ് ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരുപക്ഷെ നിങ്ങളെ അവർ ഉപദ്രവിക്കുന്നതോടുകൂടി അവർ നിങ്ങളോട് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പം ഈ സ്നേഹത്തിൻ്റെ യേശു തമ്പുരാനെ തിരിച്ചറിയുവാൻ ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ മതവർഗീയവാദവും തീവ്രവാദവും ഒക്കെ വളരുന്ന സമയത്ത് ക്രിസ്തുവിനെ പോലും തിരിച്ചറിയുവാൻ, ക്രിസ്തുവിനെ പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്ന കാലഘട്ടത്തിൽ ക്രിസ്തു പഠിപ്പിക്കുന്നത് ഒന്നേ ഉള്ളൂ, നീ ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ അതിനേക്കാൾ ഉപരിയായി നിന്റെ സഹോദരനെ കൂടി സ്നേഹിക്കുക. സ്നേഹമില്ല എങ്കിൽ ക്രിസ്തു ഇല്ല, ക്രിസ്തുവിൻ്റെ മാർഗമില്ല. അതുകൊണ്ട് ഓർക്കേണ്ടുന്നത്, യേശു തമ്പുരാൻ പറയുന്ന ആ വലിയ ദൈവസങ്കല്പം എങ്ങനെയാണ്? ദൈവമെന്ന് പറയുന്നത് സ്നേഹമാണ്. ക്രിസ്തു നമ്മളെ സ്നേഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.